പ്ലസ്മാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുക, കഴിക്കുക, ഉറങ്ങുക, ഇത് തന്നെയാണ് എൻ്റെയും പരിപാടി കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, അത് വേറെ കാര്യം. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്, ഒരുപാട് പേര് എന്നോട് IELTS എക്സാമിനേഷനെ പറ്റി ചോദിച്ചായിരുന്നു. കാരണം അവർക്ക് ഒരേ ഡൗട്ടുകൾ, എന്താണ് ഈ എക്സാം, എങ്ങനെയൊക്കെയാണ് നടത്തുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് IELTS എക്സാമിനേഷനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതൊന്നും പഠിക്കാനൊന്നുമില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ പിള്ളച്ചാ. അപ്പോൾ നമുക്ക് ഓരോന്നേരം നോക്കാം. അപ്പോൾ IELTS എക്സാം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് IELTSന്റെ ഫുൾ ഫോം. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അപ്പം ഇത് ബേസിക്കലി നടത്തുന്ന നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം, നമുക്ക് ഇംഗ്ലീഷ് എത്രത്തോളം അറിവുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണിത്. ബേസിക്കലി IELTS രണ്ട് ടൈപ്പ് ഉണ്ട്. IELTS ജനറൽ എന്നുണ്ട്, IELTS അക്കാഡമിക്സ് ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് IELTS രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാൻ നോക്കുന്നവരാണ്, വിദേശ രാജ്യത്ത് പഠിക്കാൻ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് വീസ നോക്കുന്നവർ, നഴ്സുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെഴുതുന്ന എക്സാമാണ് IELTS അക്കാഡമിക്സ് എക്സാം. അതേസമയം അപ്പം നിങ്ങൾ മൈഗ്രേഷൻ ആണ് നോക്കുന്നത്, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആക്ച്വലി ഇമിഗ്രേഷൻ ആണ് നോക്കുന്നത്. ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ നിങ്ങൾ PR ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെഴുതുന്ന എക്സാമാണ് IELTS ജനറൽ. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ IELTS എക്സാം നിലവിലെ ഫീസ് എന്ന് പറയുന്നത് ഒരു തവണ എഴുതുന്നതിന് 13,250 രൂപയാണ്. പക്ഷേ ഈ വരുന്ന ഏപ്രിൽ തൊട്ടിട്ട് അവരിത് റിവൈസ് ചെയ്യുകയാണ്, 14,000 രൂപയാക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ IELTS എക്സാം നടത്തുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് IELTS എക്സാം നടത്തുന്നത്. അവർ ഈ എക്സാം നടത്താനായിട്ട് രണ്ട് ഏജൻസികളെയാണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ, അല്ലെങ്കിൽ IDP. ഇപ്പോൾ രണ്ട് ഏജൻസിയിൽ ഏതിൻ്റെ കയറി വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചാൽ മതി. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും രണ്ടിനെയും വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലും IDP ആണ് രണ്ട് ഏജൻസികളുള്ളത്. ഇവരാണ് ഈ എക്സാം കൂടെ നമുക്ക് നടത്തിക്കുന്നത്. ആക്ച്വലി ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. IELTSന്റെ എക്സാം സെന്റർ ആക്ച്വലി ഇന്ത്യ ഇഷ്ടം പോലെ IELTSന്റെ എക്സാം സെന്റർ. എനിക്കൊന്ന് കേരളത്തിൽ ഒരുമാതിരി എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, എറണാകുളം, കോഴിക്കോടൊക്കെ ഉണ്ട് IELTSന്റെ എക്സാം സെന്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ IDPയുടെ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സാം ഡേറ്റ് എടുക്കുക, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോ ഒക്കെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡേറ്റ് എടുക്കാവുന്നതുമാണ്. അതിനുവേണ്ടി നിങ്ങൾ വേറെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെസ്റ്റ് ഡേറ്റ് എടുക്കാം. എല്ലാ മാസവും മിനിമം 2 എക്സാമെങ്കിലും IELTSന്റെ കാണും. നിലവിലെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് കൊറോണയുടെ കാരണം. അത് കഴിയുമ്പോൾ അവർ പിന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ IELTSന്റെ സെൻറ്റർ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോയി എഴുതാന്നുണ്ടെങ്കിലും ഒരേ ദിവസം ഒരു ചോദ്യമേ കാണത്തുള്ളൂ. ചോദ്യത്തിന് വ്യത്യാസമൊന്നും വരും. ഇപ്പോൾ ഒരു സെൻറ്റർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ക്വസ്റ്റ്യൻ, കോട്ടയത്ത് വേറൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ എവിടെ പോയി എഴുതിയാലും ഒരു ദിവസം ഒരു ചോദ്യം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ IELTSനകത്ത് IELTS ജനറൽ ആയാലും IELTS അക്കാഡമിക്സ് ആയാലും 4 മോഡ്യൂളുകളാണുള്ളത്. ഈ 4 നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ IELTSന് മോഡ്യൂൾ എന്നാണ് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ആ 4 മോഡ്യൂൾ എന്ന് പറയുന്നത്, 4 എക്സാംസ് എന്ന് പറയുന്നത് സ്പീക്കിങ്ങിൻ്റെ എക്സാം, റൈറ്റിങ്ങിൻ്റെ എക്സാം, റീഡിങ്ങിൻ്റെ എക്സാം, ലിസണിങ്ങിൻ്റെ എക്സാം. നമ്മൾ ഈ 4ന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് IELTS സ്പീക്കിങ്ങിൻ്റെ അത് നോക്കാം. അപ്പോൾ സ്പീക്കിംഗ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്കലി 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ IELTS ജനറൽ ആയാലും IELTS അക്കാഡമിക് ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും സ്പീക്കിങ്ങിന് വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. അപ്പം സ്പീക്കിംഗ് 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്പീക്കിംഗ് സെഷൻ 1. ആ സ്പീക്കിംഗ് സെഷൻ 1ൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് നിങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും 1-2 ചോദ്യങ്ങൾ, നിങ്ങളുടെ ഹോബീസോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിനെ പറ്റിയോ, നിങ്ങൾ വരുന്ന സ്ഥലത്തെ പറ്റി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്പീക്കിംഗ് പാർട്ട് 2 അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. പിന്നെ സ്പീക്കിംഗ് 3 ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ 2 എന്ന് പറയുന്നതാണ് ക്യൂ കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷനിൽ അവർ ചെറിയൊരു ക്യൂ കാർഡ്, ഒരു മെയിൻ ക്വസ്റ്റ്യൻ തരും. ഇതുകൊണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. ഒരു മെയിൻ ചോദ്യം കാണും, അതിനകത്ത് കുറച്ച് സബ് ക്വസ്റ്റ്യനുകൾ കാണും. നിങ്ങൾക്ക് അതുകൊണ്ട് 1 മിനിറ്റ് അവർ തരും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് 2 മിനിറ്റ് അവർ നിങ്ങൾക്ക് തരും ഇത് പറയാനായിട്ട്. അപ്പോൾ ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ തന്നേക്കുന്ന ക്യൂ കാർഡ് അവരെ പറഞ്ഞ് കേൾപ്പിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്ന ഐഡിയാസ് അത് ജനറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവരെ പറഞ്ഞ് കേൾപ്പിക്കണം. അതാണ് സ്പീക്കിംഗ് പാർട്ട് 2 എന്ന് പറയുന്നത്. ഈ സ്പീക്കിംഗ് പാർട്ട് 3 എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും അതിനകത്ത് ചോദിക്കാം. ജനറൽ ആയിട്ടുള്ള എന്ത് ചോദ്യങ്ങൾ വേണം ചോദിക്കാം. ചിലപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് തന്നേക്കുന്ന ക്യൂ കാർഡിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് തന്നേക്കുന്ന ക്യൂ കാർഡ് ഡിസ്ക്രൈബ് എ പീസ് ഓഫ് ഫർണിച്ചർ, വീട്ടിലുള്ള ഏതെങ്കിലും ഫർണിച്ചറിനെ പറ്റി പറയാനായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കുന്ന ടു വേ ഡിസ്കഷൻ എന്നാണ് ഈ സ്പീക്കിംഗ് പാർട്ട് 3 പറയുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കുന്നത് വാട്ട് ഓൾ തിങ്സ് യു വിൽ കൺസിഡർ വെൻ യു ആർ പ്ലാനിങ് ടു പർച്ചേസ് എ പീസ് ഓഫ് ഫർണിച്ചർ. അപ്പോൾ നിങ്ങളൊരു പീസ് ഓഫ് ഫർണിച്ചർ വാങ്ങിക്കാൻ നോക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഡിസൈന്, അതിൻ്റെ വില, ക്വാളിറ്റി, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് ആ ചോദ്യങ്ങൾ പറയണം. അപ്പം ഇങ്ങനെ ഈ 3 പാർട്ടാണ് ആക്ച്വലി സ്പീക്കിങ്ങിനുള്ളത്. അതിപ്പോൾ ജനറൽ ആയാലും കൊള്ളാം, അക്കാഡമിക്സ് ആയാലും കൊള്ളാം, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സ്പീക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക്
റൈറ്റിംഗ് നോക്കാം. റൈറ്റിങ്ങിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് ആക്ച്വലി. കാരണം IELTS റൈറ്റിംഗ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൻ്റെ ഒരു എക്സാമാണ്. 1 മണിക്കൂറിൻ്റെ ഇതിനകത്ത് 2 കാര്യങ്ങളുള്ളത്. ഇപ്പോൾ IELTS അക്കാഡമിക് ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 250 വാക്കുകളിൽ കുറയാതെ ഒരു എസ്സേ എഴുതണം. ആ ഒരു ചോദ്യം തരും, ആ എസ്സേ നിങ്ങൾ 250 വാക്കുകളിൽ കുറയാതെ എഴുതണം. പിന്നെ രണ്ടാമത്തേതാണ് ഇപ്പോൾ IELTS അക്കാഡമിക് നിങ്ങൾ പുറത്ത് പോയി പഠിക്കാൻ നോക്കുന്നവരോ നഴ്സുമാർ വർക്ക് വീസയ്ക്ക് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഗ്രാഫോ പൈ ചാർട്ടോ ബാർ ഡയഗ്രാമോ എന്തെങ്കിലും അവർ തരും. അത് നിങ്ങൾ അനലൈസ് ചെയ്ത് 150 വാക്കുകളിൽ കുറയാതെ അതിൻ്റെ ആ അനലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം കൂടെ 1 മണിക്കൂറാണ് കിട്ടുന്നത്. ഈ 250 വാക്കുകളിൽ കുറയാതെ ഒരു എസ്സേ എഴുതാനും 150 വാക്കുകളിൽ കുറയാതെ അവർ തരുന്ന ഗ്രാഫിനെ അനലൈസ് ചെയ്യാനും എല്ലാം കൂടെ നിങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടും. ഇത് IELTS അക്കാഡമിക്സിനാണ്. അതേസമയം IELTS ജനറലാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. IELTS ജനറൽ ആണെങ്കിൽ എസ്ഐക്ക് വ്യത്യാസമൊന്നുമില്ല. എസ്ഐ നമ്മുടെ പഴയ അക്കാഡമിക്സിന്റെ കൂട്ട് തന്നെ 250 വാക്കുകൾ കുറേ ഒരു എസ്ഐ എഴുതണം. അതേസമയം ഗ്രാഫ് അനലൈസ് ചെയ്യാൻ IELTS ജനറലില്ല. IELTS ജനറൽ അതിന് ഒരു ലെറ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ അവർ ഏതെങ്കിലും ലെറ്റർ ഏതെങ്കിലും കേസ് ആയിരിക്കും തരുന്നത്. ഇപ്പം നിങ്ങളുടെ ഹൗസ് ഓണറിന് ഒരു ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽ എന്തെങ്കിലും ലെറ്റർ എഴുതാനൊക്കെ ആയിരിക്കും തരുന്നത്. അത് 150 വാക്കുകൾ കുറയാതെ IELTS ജനറൽ ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ എഴുതണം. അപ്പോൾ IELTS അക്കാഡമിക് ആണെങ്കിൽ നിങ്ങളൊരു എസ്ഐയും ഗ്രാഫുമാണ് എഴുതുന്നത്. അതേസമയം IELTS ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 250 വാക്കുകൾ കുറയാതെ ഒരു എസ്ഐയും 150 വാക്കുകൾ കുറയാതെ ഏതെങ്കിലും ഒരു ലെറ്ററുമായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതാണ് IELTS റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IELTS റീഡിംഗ് എന്താണെന്ന് നോക്കാം. IELTS റീഡിങ്ങിനകത്ത് ആക്ച്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ IELTS അക്കാഡമിക് റീഡിങ് IELTS ജനറൽ റീഡിങ്ങും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. IELTS അക്കാഡമിക് റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി 3 പാസേജാണ് കിട്ടുന്നത്. 5 പാരഗ്രാഫ് വെച്ചിട്ട് 3 പാസേജാണ് കിട്ടുന്നത്. ഈ ഇതുകൊണ്ടൊക്കെ ഒരു ചോദ്യമായിരിക്കും കിട്ടുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് പല ടൈപ്പ് ചോദ്യങ്ങൾ കാണാം. ആ പാസേജ് നിങ്ങൾ വായിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് IELTS റീഡിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ IELTS ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് എൻ്റെ വിചാരം IELTS റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് കേൾപ്പിക്കുന്നതാണ്. അതൊന്നും അല്ല ആക്ച്വലി. ശരിക്കും IELTS റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആ പാസേജ് വായിച്ച് അതിനകത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് ആണ്. നിങ്ങൾ വിചാരിക്കും ചിലൻ്റെ ഉത്തരം ട്രൂ ആണ്, അത് നോട്ട് ഗിവൺ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ചിലൻ്റെ ഉത്തരം നോട്ട് ഗിവൺ ആണ്, അത് ഫോൾസ് ആയിരിക്കും. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ആൾക്കാർ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി IELTS റീഡിംഗ് ശരിക്കും നല്ലോണം ആലോചിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സാധനമാണ്. നല്ല നല്ല പാടുള്ളൊരു സാധനമാണ് IELTS റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ IELTS അക്കാഡമിക് ആണെങ്കിൽ ഇങ്ങനെ 3 പാസേജാണ് വരുന്നത്. അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ കാണാം, ട്രൂ ഓർ ഫോൾസ് കാണാം, അതുകൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണാം. അതേസമയം ഹെഡിങ്സ്, ഓരോ പാരഗ്രാഫിനും ഹെഡിങ്സ് കണ്ടുപിടിക്കാൻ കാണാം. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് IELTS അക്കാഡമിക്സിനകത്തുള്ളത്. അതേസമയം IELTS ജനറൽ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 3 പാസേജ് അതിനകത്ത് കാണത്തില്ല. അക്കാഡമിക്സിനകത്ത് 3 പാസേജ് കാണത്തില്ല. അതിന് വരുന്ന ഇതുണ്ട്, ഇങ്ങനത്തെ പോസ്റ്ററുകൾ, ആഡുകൾ, അതൊക്കെയായിരിക്കും 2 വരുന്നത്. മൂന്നാമത് ഒരു പാസേജ്, ലാസ്റ്റിൽ ഒരു പാസേജും കാണും. അപ്പോൾ അതിനകത്താണ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ IELTS അക്കാഡമിക്കിലെ കൂട്ട് 3 പാസേജ് വായിച്ച് സമയം കളയാനായിട്ട് IELTS ജനറലിനകത്തില്ല. കാരണം ഒരു പാസേജ് കാണത്തുള്ളൂ IELTS ജനറലിനകത്ത്. ബാക്കി പോസ്റ്ററുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിനകത്തൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് റീഡിങ്ങിനുള്ള വ്യത്യാസം. അപ്പോൾ റീഡിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറും 40 ചോദ്യങ്ങളുമാണ് റീഡിങ്ങിനുള്ളത്. അപ്പോൾ 40 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാം. കാരണം ഇതിന് നെഗറ്റീവ് പോയിന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഊഹിച്ച് വേണമെങ്കിലും എഴുതാം, കണ്ടുപിടിച്ചായാലും എഴുതാം. കണ്ടുപിടിച്ചാലും എഴുതാൻ നോക്കണം എപ്പോഴും. 40 പോയിന്റ് നിങ്ങൾക്ക് 40 ആൻസറുകൾ നിങ്ങൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മണിക്കൂർ കൊണ്ട് 40ൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അത് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് IELTS റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IELTS ലിസണിങ്ങിനെ പറ്റി പറയാം. IELTS ലിസണിങ്ങിനകത്ത് അക്കാഡമിക് ആയാലും ജനറൽ ആയാലും വ്യത്യാസമൊന്നുമില്ല. 2 സെയിം തന്നെയാണ്. 20 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് അവർ പ്ലേ ചെയ്യുന്നത്. നമ്മൾ IELTS ലിസണിങ് നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു വാക്ക് പറയും, അത് കേട്ടെഴുതണമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതല്ല IELTS ലിസണിങ് എന്ന് പറയുന്നത്. IELTS ലിസണിങ്ങിൽ ഇതുപോലൊക്കെ ഒരു ചോദ്യ പേപ്പർ കാണും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. ഈ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അതിന് മൾട്ടിപ്പിൾ ചോയ്സ് കാണും, മാപ്പ്, ചിലപ്പോൾ മാപ്പൊക്കെ കാണുന്നത് ഇതുപോലൊക്കെ മാപ്പൊക്കെ കാണും നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ IELTS ലിസണിങ് 40 ചോദ്യങ്ങളാണുള്ളത്. ആ 40 ചോദ്യങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ തരും. ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ എന്തെങ്കിലും ഒരു കാര്യം ബുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചില ഇൻഫർമേഷനൊക്കെ നമ്മുടെ ചോദ്യത്തിനകത്ത് മിസ്സിംഗ് ആയിരിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കേട്ട് എഴുതേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എല്ലാം തെറ്റിപ്പോകും. അല്ലെങ്കിൽ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ അതാണ് IELTS ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ 40 ഉത്തരങ്ങൾ അതിനകത്ത് നിന്ന് എഴുതണം. അപ്പോൾ IELTS ലിസണിങ്ങിനെ പറ്റിയുള്ള നിങ്ങൾക്ക് 4 മോഡ്യൂൾസ് ആണുള്ളത്. ഈ 4 മോഡ്യൂളിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് സ്കോർ വാങ്ങിക്കണം. കാരണം ഓരോ രാജ്യത്തിന് ഓരോ സ്കോറാണ് വേണ്ടത്. ഇപ്പോൾ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇമിഗ്രേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയാണ് മൈഗ്രേഷൻ. അതേസമയം പുറത്ത് രാജ്യത്ത് പോയി താമസിക്കുക അത് ഇമിഗ്രേഷനാണ് ആക്ച്വലി. അപ്പോൾ ഇമിഗ്രേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 777-8 ആണ് വേണ്ടത്. ലിസണിങ് മോഡ്യൂളിന് 8 ബാൻഡും വേണം. അതേസമയം ബാക്കിയെല്ലാം മോഡ്യൂൾ റീഡിങ്, സ്പീക്കിങ്, അതുകൊണ്ട് റൈറ്റിങ്ങിന് 7 ബാൻഡുമാണ് വേണ്ടത്. ആ ബാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് IELTSൻ്റെ സ്കോറിങ്. IELTSൻ്റെ സ്കോറിംഗ് എന്ന് പറയുന്നത് ബാൻഡുകളാണ് ആക്ച്വലി IELTSനുള്ളത്. അല്ല നമ്മളോട് ഒരു മാർക്ക് പറയുകയാണ്, ഒരു ബാൻഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് 9 ബാൻഡാണ്. 9 ബാൻഡ് തൊട്ട് 1 ബാൻഡ് വരെ. അപ്പോൾ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബാൻഡ് സ്കോർ വരുന്നത്. ഇപ്പം
ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ IELTS ജനറൽ റീഡിംഗ് ആണ്. റീഡിങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് 9 ബാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മിനിമം 39 ഉത്തരമെങ്കിലും ശരിയായിരിക്കണം. 39 നിങ്ങളുടെ റീഡിംഗ് ഉത്തരമെങ്കിലും ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 9 ബാൻഡ് കിട്ടത്തുള്ളൂ. അതേസമയം ഉത്തരത്തിൻ്റെ എണ്ണം ശരിയാകുന്ന കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബാൻഡ് കുറഞ്ഞു വരും. അപ്പോൾ ഒരു മിനിമം ബാൻഡ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ആ ബാൻഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ അതേസമയം ഇപ്പോൾ നഴ്സുമാർ UK വർക്ക് ചെയ്യാൻ പോകണം. അവർക്ക് വേണ്ടി സ്കോർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീക്കിങ്ങിന് 7 ബാൻഡ് വേണം, അതേസമയം റൈറ്റിങ്ങിനും 7 ബാൻഡ് വേണം. പക്ഷേ ലിസണിങ്ങിനും റീഡിങ്ങിനും അവർക്ക് 6.5 ആയാലും മതി. അതേസമയം UK പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞത് UK അയർലൻഡിൻ്റെ കാര്യം. അതേസമയം UK പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീക്കിങ്ങിന് 7 വേണം, റീഡിങ്ങിന് 7 വേണം, ലിസണിങ്ങിന് 7 വേണം, പക്ഷേ റൈറ്റിങ്ങിന് 6.5 വേണം. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ച് ഈ ബാൻഡിൻ്റെ സ്കോറിന് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകാൻ നോക്കുന്നത് അപ്പോൾ ആ രാജ്യത്തിനനുസരിച്ചുള്ള സ്കോറാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ IELTSൻ്റെ സ്കോർ ആക്ച്വലി വിട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വീഡിയോത്തിൽ അത് നോക്കാമെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ആ സ്കോർ കാർഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി IELTSനെ പറ്റി ആക്ച്വലി കുറേ ചോദ്യങ്ങളുണ്ട്, ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെയാണ് കോപ്പി അടിച്ച് IELTS ജയിക്കാൻ പറ്റുമില്ല. കോപ്പി അടിച്ച് ജയിക്കാമെന്ന് വിചാരിച്ച് ആരും പോകണ്ട. ഒന്നാമത്തെ കാര്യം ഞാൻ തീർത്തു പറയാം, IELTS അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടും മെനക്കെട്ട് പഠിച്ചാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. നിങ്ങൾ കോപ്പി അടിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം ആർക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്നുമുള്ള സമയമില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കോപ്പി അടിക്കാമെന്ന് വിചാരിക്കേണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് എന്തറിയാമോ അത് മാത്രം എഴുതി വെക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വല്ലവൻ്റെ നോക്കി എഴുതിപ്പോയി ജയിക്കാമെന്ന് വിചാരിച്ച് നടക്കാൻ പോകുന്നില്ല. എൻ്റെ പിള്ളേച്ച അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കോപ്പി അടിച്ച് ജയിക്കുക എന്നുള്ളത് വെറും വ്യാമോഹമാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഏതെങ്കിലും സെൻറ്റർ, ഇപ്പോൾ ഏത് സെൻറ്ററിൽ പോയി എഴുതിയാൽ ജയിക്കാൻ പറ്റും. ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഒന്നുമല്ല. നിങ്ങൾ ഏത് സെൻറ്റർ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയി എഴുതിയാലും ഒരു ദിവസം ഒരു ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ UP പോയി എഴുതിയാലും പഞ്ചാബിൽ പോയി എഴുതിയാലും കേരളത്തിൽ കോട്ടയത്ത് പോയി എഴുതിയാലും എല്ലാം അന്നത്തെ ദിവസം ഒരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് എത്ര നല്ലതാണ് അതിനനുസരിച്ചുള്ള സ്കോർ നിങ്ങൾ പഞ്ചാബിൽ പോയാലും കിട്ടും, കോട്ടയത്ത് പോയാലും കിട്ടും, എവിടെ പോയാലും കിട്ടും. അല്ലാതെ ഇപ്പോൾ ഇന്ന സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൂടുതൽ സ്കോർ കിട്ടും എന്നൊക്കെ ചിലർ പറയാൻ നടക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്താണോ ആ ലെവലിനനുസരിച്ചുള്ള സ്കോർ ഇന്ത്യയിൽ ഏത് സെൻറ്ററിൽ പോയി എഴുതിയാലും കിട്ടും. ഇനി ഇന്ത്യയിൽ മാത്രമാണോ ഈ എക്സാം എഴുതാൻ പറ്റുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ച് ഇന്ത്യയിൽ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ദുബായി പോയി വേണമെങ്കിൽ എഴുതാം, സൗത്ത് ആഫ്രിക്കയിൽ പോയി വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി IELTSൻ്റെ എക്സാം എഴുതാം. IELTS ഇന്ന രാജ്യത്ത് തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും IELTSൻ്റെ എക്സാം എഴുതാം. പക്ഷേ ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഇന്ന സെൻറ്ററിൽ പോയാൽ സ്കോർ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോട്ടയത്ത് പോയിട്ട് സ്പീക്കിംഗ് 9 ബാൻഡ് കിട്ടിയ ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പം പഞ്ചാബിൽ പോയിട്ട് ആരണ്ട് പറയുന്നത് കേട്ടിട്ട് പഞ്ചാബിൽ പോയ എല്ലാത്തിനും കൂടി ഇപ്പോൾ 9 ബാൻഡ് കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ട് 5.5 ആഞ്ചോണ്ട് വന്നവരുമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സെൻറ്ററിലല്ല കാര്യം, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ നിങ്ങൾ എന്തൊക്കെ എഴുതും അതിലാണ് കാര്യം. ഇപ്പോൾ ഞാൻ മുന്നേ റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആണെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമെന്ന്. ഇനി പിന്നെയും പറയാനുള്ളത് ഇത് NG യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഒന്നല്ല വാല്യുവേഷൻ ലിബറൽ ആക്കാനായിട്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർ നോക്കും. ആ സ്റ്റാൻഡേർഡ് എടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്കോർ നിങ്ങൾക്ക് തരും. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. നിങ്ങൾ ആരുമായിട്ട് മത്സരിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ലെവൽ എന്താണെന്ന് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ കാര്യമാണ്. റൈറ്റിങ്ങിന് അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വൊക്കാബുലറി, നിങ്ങൾ എത്ര പുതിയ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടോ, സെൻറ്റൻസ് സ്ട്രക്ചർ, നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ഇതെല്ലാം കണക്കാക്കും. ഇതെല്ലാം കണക്കാക്കിയിട്ട് മാത്രമേ സ്കോർ എടുത്തുള്ളൂ. അല്ലാണ്ട് 250 വാക്കി കുറയാതൊരു എസ്സേ എഴുതണമെന്ന് വിചാരിച്ച് 500 വാക്കി ഒരു എസ്സേ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. 250 ഒരു 300 മാക്സിമം വരെ വേർഡ്സ് ഒക്കെ വരിക, അതായത് മാക്സിമം തെറ്റില്ലാതിരിക്കുക. എങ്കിൽ അതനുസരിച്ചുള്ള സ്കോറെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് കൂടുതൽ എഴുതിയെന്ന് വിചാരിച്ച് കൂടുതൽ സ്കോർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതൊന്നും നടക്കത്തില്ല. കാരണം അവർക്ക് ബേസിക് സ്ട്രക്ചർ ഉണ്ട്, കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്കോർ തരത്തുള്ളൂ. അപ്പോൾ ചവറുകൂട്ട് എഴുതുന്നതിലല്ല കാര്യം, നിങ്ങൾ ആ എഴുതുന്ന എസ്സേയുടെ ക്വാളിറ്റിയിലാണ് കാര്യം. വൊക്കാബുലറി, സെൻറ്റൻസ് സ്ട്രക്ചർ അതിലാണ് കാര്യം. ഇനി വേറെ ചോദ്യത്തിന് ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ IELTSന് കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്, അല്ല നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നല്ലതെന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ എഴുതിയത് റൈറ്റിംഗ് ബേസ്ഡ് ആയിരുന്നു, നമ്മൾ പെൻ ബേസ്ഡ് ആയിരുന്നു ഞാൻ എഴുതിയത്, പെൻസിൽ ബേസ്ഡ് ആയിരുന്നു ഞാൻ എഴുതിയത്. അതേസമയം നിങ്ങൾക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനൊക്കെ സ്പീഡുള്ള കൂടുതലാണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാം. ഈ തമ്മിൽ ചോദ്യത്തിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഒന്നിനകത്ത് എഴുതുന്ന വരെ ഒന്നിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാൻ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് മാസം പോയി, വർഷത്തിൻ്റെ ഏത് മാസം ഏത് സമയത്ത് പോയി എഴുതിയാലാണ് ഏറ്റവും കൂടുതൽ IELTS പാസ്സാകുന്നതാണ്. ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ചില സമയത്ത് കുറേ പേര് പാസ്സാകും, ചില സമയത്ത് എല്ലാവരും ചിലപ്പോൾ പാസ്സായെന്ന് വരത്തില്ല. അതൊക്കെ ഓരോ സമയത്ത് ഓരോ ചില ചോദ്യത്തിനനുസരിച്ചിരിക്കും, വാല്യുവേഷൻ്റെ അനുസരിച്ചിരിക്കും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തിന് ആദ്യം പോയി എഴുതുന്ന വിചാരിച്ച് 9 ബാൻഡ് ഒന്നും കിട്ടാൻ പറ്റില്ല. 9 ബാൻഡ് ഒന്നും അങ്ങനെ കിട്ടത്തേ ഇല്ല ആർക്കും. ആക്ച്വലി വളരെ റയറായിട്ട് മാത്രമേ എടുത്തുള്ളൂ. മാക്സിമം 7 ബാൻഡ് 8 ബാൻഡ് 8.5 വരെയൊക്കെ പോകും ചില മോഡികളിലൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വർഷത്തിന് ഏത് സമയത്ത് പോയി എഴുതിയാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന സമയത്ത് തന്നെ പോയി ഡേറ്റ് എടുത്താൽ എളുപ്പമായിരിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് IELTSൻ്റെ എക്സാം ഡേറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ റീഫണ്ട് കിട്ടുമോ എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് റീവാലുവേഷൻ, നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റും. റീവാലുവേഷൻ കൊടുക്കാനും പറ്റും. പക്ഷേ റീവാലുവേഷനകത്തും ആൾക്കാർ സ്കോർ കൂടുന്നുള്ള വിരളമായിട്ടേ കാണാറുള്ളൂ. പക്ഷേ ചിലർക്ക് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി 6.5 സ്കോർ കിട്ടിയവർക്ക് 7 റീവാലുവേഷൻ കൊടുത്തിട്ട് കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഒരു മോഡ്യൂളിന് 7,000 രൂപ 6,000 രൂപ അത്രയും കണക്കാണെന്ന് തോന്നുന്നു കൊടുക്കണ്ടേ. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല.
പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് പറഞ്ഞാൽ സ്വന്തമായിട്ട് IELTS പഠിച്ച് ജയിക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് IELTS പഠിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ല, നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ ഇംഗ്ലീഷ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെഴുതാൻ പറ്റും. അതേസമയം നിങ്ങളൊരു എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഗുഡ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു എസ്സേ എഴുതുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളുടെ ലെവൽ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എഴുതുന്ന എസ്സേ എന്ന് പറഞ്ഞാൽ 7 ബാൻഡ് ആയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ 5 ബാൻഡ് പോലും കാണത്തില്ല. അതെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശകരമായ രസമായിരിക്കും അത്. അപ്പോൾ അവിടുന്ന് വേണം നിങ്ങൾ മെനക്കെട്ട് പഠിച്ച് നിങ്ങളുടെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ്, നിങ്ങൾ തെറ്റുകളാരെന്ന് അറിയാത്ത കാര്യങ്ങൾ ആദ്യം തെറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്തി പഠിച്ചു വരിക എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണ് നമ്മൾ IELTSൻ്റെ കോച്ചിങ്ങിൻ്റെയും ടെക്സ്റ്റ് മെറ്റീരിയലിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനുകളും ഈ ഒരു വീഡിയോയിലൂടെ മാറിക്കാണും IELTSനെ പറ്റി അറിയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കമൻറ്റ് ആയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടിയൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് IELTS എക്സാം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഹൃദയം തരണം. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. പീസ് ഔട്ട്.